ഹൂബ്ലിയിൽ ഒരു പെൺകുട്ടിയെ സഹപാഠി കുത്തിക്കൊന്ന വിഷയത്തിൽ അതിനകത്ത് സാമുദായിക ചായ്വൊക്കെ ഉണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ വലിയ നിലയിൽ ഉയർത്തിയിരുന്നു. അതൊരു ദേശീയ വിഷയമാക്കി ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൊലപാതകം, അതിനകത്ത് പ്രേമനൈരാശ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു കൊലപാതകം, പക്ഷേ ഒരു സാമുദായിക കളറൊക്കെ പക്ഷേ ഇത്രയും വലിയ വിഷയം പക്ഷേ BJP ഇതര കക്ഷികൾക്ക്, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് ഒരു ദേശീയ വിഷയമാക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വിഷയമാക്കാൻ ഇത് പോളിറ്റിക്സ് കളിക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്ത്രീകളുടെ ജീവിതമാണ്. അവിടെ ഈ രേവണ്ണയുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ അദ്ദേഹം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു പൊളിറ്റിക്സ് അല്ല. ഇതിൽ നമുക്ക് ന്യായം, നീതി വേണം. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഇത് എപ്പോഴും പൊളിറ്റിസൈസ് ചെയ്യും. ഇപ്പം മണിപ്പൂരിലെ വിഷയം, ആ സ്ത്രീകൾ വസ്ത്രമില്ലാണ്ട് പരേഡ് ചെയ്യുന്ന സമയത്ത് അമിത്ഷാക്ക് എന്തായിരുന്നു പേടി? അമിത്ഷാ അന്ന് എന്താ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. എലോൺ മസ്കിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെങ്ങനെയാ ട്വിറ്ററിൽ ഇത് വന്നു, ഇത് ഇപ്പോൾ നിങ്ങൾ ട്വിറ്ററിൽ നിന്ന് അത് റിമൂവ് ചെയ്യണം, അത് വെക്കാൻ പാടില്ല. അതായിരുന്നു പേടി, അവിടുത്തെ ആ വിഷയം പുറത്തു വരുന്നത്. അപ്പം ആദ്യം എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ പോകണം. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയി അവിടെ ഒരു വാക്ക് അത് ഞങ്ങൾ ഈ വീഡിയോ വന്നതിൻ്റെ ശേഷം 2 ദിവസത്തിന്റെ ശേഷമാണ് പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞത്. അതിൻ്റെ ശേഷം ഒന്നുമില്ല. അവിടെ നടന്ന ആക്രമണം, എത്ര സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, അതിന് ശേഷം കൊന്നേം ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാവരും മറക്കണ്ട, പശ്ചിമ ബംഗാളിൽ ഒരു സന്ദേശ് കലി എന്ന് പറഞ്ഞിട്ടൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷെയ്ഖ് ഷാജഹാൻ കുറെ സ്ത്രീകളെ മൊളസ്റ്റ് ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഷെയ്ഖ് ഷാജഹാനെ അവരെ അറസ്റ്റ് ചെയ്തു, ഇപ്പൊ ജയിലിലാന്ന് TMCയുടെ സർക്കാർ. പക്ഷേ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എവിടെയുണ്ട്? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഡൽഹി പോലീസ് FIRൽ ക്ലിയർലി പറയുന്നുണ്ട് ഇദ്ദേഹം മൊളസ്റ്റ് ചെയ്തിട്ടുണ്ട് റെസ്ലേഴ്സിനെ, ഗുസ്തി താരങ്ങളാ, അദ്ദേഹം ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല? പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? ഗൃഹമന്ത്രി അവിടെ ഇരിക്കാല്ലേ, ആഭ്യന്തരമന്ത്രി അവിടെ ഇല്ലേ, അമിത്ഷാ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം. BJP എന്ന് പറയും ഞങ്ങളിപ്പോൾ ഒരു SIT പ്രോബ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? സ്ത്രീകളെ വിഷയമായുണ്ട്. ഞങ്ങൾക്ക് നീതി വേണം, സ്ത്രീകൾക്ക് ന്യായം വേണം. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. പക്ഷെ എങ്ങനെയാണ് BJPയും നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ? അവരിപ്പം ബാക്ക് ഫുട്ടിൽ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇന്ന് വരെ പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിന്റെ മേലെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രേവണ്ണത്തിന്റെ മേലെ ഒരു വാക്ക് പറയില്ല. പ്രധാനമന്ത്രി വന്ന് പറയണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2800-ലധികമുള്ള വീഡിയോസ് ആയതും അതും കുറെ സമയം ഇത് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്ന ഞങ്ങൾക്കറിയില്ല. അവരിപ്പോൾ ആ പെൻഡ്രൈവ് എല്ലാവർക്കും കൊടുത്തു. പിന്നെ അവരെ പാർട്ടിയിൽ ഒരു നേതാവിനെ അറിയുന്ന കാര്യം ഇത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അമിത്ഷാ ഇന്ന് പറയാത്തത് ഞങ്ങൾ രേവണ്ണ തിരിച്ചു കൊണ്ടുവരും ഇന്ത്യയിലേക്ക്? എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് ഒരു വാക്ക് പറയുന്നില്ല? BJP പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇയാൾക്കെതിരെ FIR ഇട്ടിരുന്നെങ്കിൽ വിമാനത്താവളത്തിലെ ഇയാളെ തടയാൻ കഴിയുമായിരുന്നില്ലേ? FIR ഇടേണ്ടത് കേന്ദ്ര സർക്കാരല്ലല്ലോ, സംസ്ഥാന സർക്കാരല്ലേ? എന്തുകൊണ്ടാണ് 5 ദിവസം മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പിന്, 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 ദിവസം മുമ്പ് USB ഡ്രൈവുകൾ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടും ഒരു FIR ഇടാൻ കൂട്ടാക്കിയില്ല സംസ്ഥാന സർക്കാർ? അതിന് ഉത്തരവാദിത്തം കോൺഗ്രസ് സർക്കാരിനല്ലേ, സിദ്ധരാമയ്യ സർക്കാരിനല്ലേ? ഇല്ല 5 ദിവസം മുമ്പേ ഒന്നും അല്ല ഈ പെൻഡ്രൈവ് കിട്ടിയത്. എനിക്കറിയാം ഈ പെൻഡ്രൈവ് വന്നത് അതിന്റെ ഒരു ദിവസം മുമ്പേ ആണ്. അപ്പൊ അതിന്റെ ഇദ്ദേഹം അറിഞ്ഞ സമയത്ത് തന്നെ ഇവിടുന്ന് പോയി. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, FIRന്റെ മുമ്പേ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇതില്ലേ പറയാൻ, ഇമിഗ്രേഷനോട് ഈ രേവണ്ണനെ പുറത്തു വിടരുതെന്ന്? എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ല? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ. FIRന്റെ മുകളിൽ എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്ക് അറിയാം. അവർക്ക് കത്ത് കിട്ടിയത് ഡിസംബറിലല്ലേ? അവർക്ക് ഈ വീഡിയോസ് കിട്ടിയത് എപ്പാ? ഡിസംബർ 8, 2023. ഞാൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തുകൊണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല? വീഡിയോ കിട്ടിയതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമേ അല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം കാര്യമാണ്. സംസ്ഥാന പോലീസ് കേസെടുക്കുകയാണെങ്കിൽ മാത്രമേ വിമാനത്താവളത്തിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് ക്ഷമാമോഹത്തിന് അറിയാത്തതല്ല. ഇതൊരു ഇടവേള ആവശ്യമായിരുന്നു. ഞാൻ BJP പ്രതിനിധിയുടെ റിയാക്ഷൻ കൂടി എടുത്തതിന് ശേഷം
അല്ലല്ല, നികേഷ് പറയുന്ന തെറ്റാ. നികേഷ് പറയുന്ന തെറ്റാ. നികേഷ് പറയുന്ന തെറ്റാ. നികേഷ് പറയുന്ന തെറ്റാ. ആ ഗൗഡ അവര് ദേവരാജ് ഗൗഡ കാരണ സമയത്ത് ദേവരാജ് ഗൗഡ എന്തുകൊണ്ട് FIR-ന് പോയിട്ടില്ല? ഞാൻ ചോദിക്കുന്ന ചോദ്യം. അദ്ദേഹത്തിന് എല്ലാം അറിഞ്ഞു. ആ ഡ്രൈവർ പോയിട്ട് എല്ലാ പെൻഡ്രൈവും കൊടുത്തു. ഡ്രൈവർ അദ്ദേഹത്തിനെ വക്കീലാക്കി. അദ്ദേഹം എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവായിരുന്നു. എന്തുകൊണ്ട് ദേവരാജ് ഗൗഡ പോയില്ല? വെറുതെ കോൺഗ്രസ് പാർട്ടിനെ എപ്പോഴും നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ദേവരാജ് ഗൗഡ എന്ന് പറയുന്നത് രേവണ്ണ കുടുംബത്തിനെതിരായി പരമ്പരാഗതമായി നിൽക്കുന്നയാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം JDS-നെ NDA-യിലേക്ക് കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ NDA-യിലേക്ക് JDS വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് രാഘവേന്ദ്രക്ക് അയക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തമല്ല. സംസ്ഥാന പരാതി USB ഡ്രൈവ് ബസ് സ്റ്റാൻഡുകളിലും പാർക്കുകളിലൊക്കെ തന്നെ നിക്ഷേപിക്കുന്നു കുറെ ആളുകൾ. ആ നിക്ഷേപിക്കുന്ന ആളുകൾ സ്വമേധയാ അത് നിക്ഷേപിക്കുന്നതല്ലോ, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കണമെന്ന് വിചാരിച്ച് നിക്ഷേപിക്കുന്നതല്ലേ. അപ്പോൾ ആ USB ഡ്രൈവ് സത്യസന്ധമാണോ എന്ന് കണ്ടെത്തി കേസെടുക്കേണ്ടത് സംസ്ഥാന പോലീസാണ്. ഇതിൽ കിട്ടിയിട്ടല്ലേ ഞങ്ങൾ ആ FIR എടുക്കുന്ന മുമ്പേ അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. അതല്ലേ പ്രശ്നം. അമിത്ഷാ പറഞ്ഞു പോ മോനെ, നീ വേഗം പോയിക്കോ ഇവിടുന്ന്, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം, ഞങ്ങളൊരു മുന്നണിയാന്ന്. അപ്പൊ അമിത്ഷാ പറഞ്ഞതല്ലേ പോവാൻ അവിടുന്ന്.